ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയനാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കോളിഫ്ലവർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ അടർത്തി മാറ്റാം. വലിയതായിട്ടുള്ള പീസസ് ആണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട്, അല്ലെങ്കിൽ ഇതിന് വലുതാണെങ്കിൽ ഒന്ന് 2 പീസായിട്ട് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കണം. ഏകദേശം ഇങ്ങനെ ഓരോ പൂവായിട്ട് നമുക്ക് ഓരോ ഫ്ലവേഴ്സ് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ഓരോന്നും അടർത്തി മാറ്റുമ്പോൾ നമുക്കതിനകത്ത് വലിയതായിട്ടൊന്ന് കാണുന്നത് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഒത്തിരി ചെറുതായിട്ട് നമ്മൾ അരിയണ്ട. ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിന് വേണ്ടത്, ഞാനിതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് മൈദ മാവാണ്. രണ്ടും 1/4 കപ്പ്, 1/4 കപ്പ് വീതം കോൺഫ്ലോറും മൈദയും ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നമ്മൾ ഇതിൻ്റെ ഈ കോളിഫ്ലവർ നമുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് തന്നെ അപ്പോൾ നമ്മൾ അരിപ്പൊടി കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്പിനെസ് കൂടുതലായിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഡ്രൈ മസാലയോടെ ഒന്ന് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അവിടെ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. നമ്മളൊരു തിക്ക് ബാറ്റർ കിട്ടുന്നത് പോലെ നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് നമുക്കിത് ബാറ്ററാക്കി എടുക്കാം. നമ്മൾ മുളക് ബജ്ജിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ബാറ്റർ തയ്യാറാക്കൂലേ, അതുപോലത്തെ തിക്ക് ബാറ്റർ ആയിരിക്കണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം അത് നന്നായിട്ട് ഈ ഫ്ലവേഴ്സിലെല്ലാം നന്നായിട്ട് കോട്ടാവണം. അല്ലെങ്കിൽ ഒത്തിരി തിന്നായി കഴിഞ്ഞാൽ, ഒത്തിരി ലിക്വിഡി ആയി കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൽ പിടിച്ചിരിക്കില്ല. എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതെല്ലാം അതിൻ്റെ പുറത്തുനിന്ന് പോകും. അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. എല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഇട്ടൊന്ന് നമുക്കൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം. ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് എല്ലാ ഫ്ലവേഴ്സിലും അതിൻ്റെ ഈ ബാറ്റർ ചെല്ലത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒത്തിരി ഏറെ തിക്കായിട്ട് ഇടരുത്. നമുക്കൊന്ന് ഇടയിട്ട് വേണം ഇടാനായിട്ട്. എല്ലാം ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കത് 2-3 തവണകളായിട്ട് ഇട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തവിയിട്ട് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തവിയിട്ട് കഴിഞ്ഞാൽ ആ ബാറ്ററെല്ലാം എണ്ണയിലേക്ക് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇളക്കാൻ. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം 2 വശവും ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്കൊന്ന് എണ്ണയിൽ കോരി മാറ്റാം. ഇത് നമുക്ക് ഡബിൾ ഫ്രൈ ചെയ്യണം. ആദ്യം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്ത ബാച്ചും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഡബിൾ ഫ്രൈ ചെയ്തത് കൊണ്ട് നമ്മൾ ആദ്യം ഇത് ക്രിസ്പി ആക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് 2-3 മിനിറ്റ് 2 സൈഡും ഇട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് രണ്ടും നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ബാച്ചും ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയൊരു സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കാശ്മീരി അല്ലെങ്കിൽ ക്യാപ്സിക്കം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഒക്കെയുണ്ട്. 3 കളറുണ്ടല്ലോ, നമ്മൾ യെല്ലോ, ഗ്രീൻ, റെഡ് ഒക്കെയുണ്ട്. നിങ്ങൾക്ക് ഏതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 3 കളറിലുള്ള ഏത് കളറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നേ ഉള്ളെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യാം. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് നിങ്ങൾ യൂസ് ചെയ്ത്
അത് ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഇനി അടുത്തത് നമുക്ക് ഇനി ഒന്നുകൂടെ നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ എല്ലാം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കോരി മാറ്റാം. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നല്ല ക്രിസ്പി ആകുന്ന സൗണ്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ബാച്ചും പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് അല്പം എണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം കൂട്ടത്തിൽ നമുക്ക് വറ്റൽമുളക് ഒരു 2 വറ്റൽമുളകും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തുന്ന വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കൂട്ടത്തിൽ പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതീയിൽ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് റഫായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ചെറുതായിട്ട് അരിയണമെന്നില്ല. ഇത്തിരി വലിയ പീസായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. കൂടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വൈറ്റ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1 ടീസ്പൂൺ ചില്ലി ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ് ഒന്ന് പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് ഒരു ചെറിയൊരു സ്ലറിയായിട്ട് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്തതിന് ശേഷം കോൺഫ്ലോറൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം ഫ്ലെയിം നമ്മൾ ഒത്തിരി നേരം ഓണാക്കി വെക്കരുത്. പെട്ടെന്നൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.